നമസ്കാരം സാർ. നമസ്കാരം. ഇരിക്കേ. ഇതാരെന്നറിയാ? ഇതാരെന്നറിയാ? ഇതെന്റെ ഭാര്യ മഞ്ജു. അതല്ല, ഞങ്ങളുടെ കുഞ്ഞിരാമൻ സഖാവിന്റെ മോളാ. കുഞ്ഞിരാമൻ സഖാവിന്റെ മോളാണെങ്കിൽ എന്റെ ഭാര്യയും കൂടാണ് സാർ. ഭാര്യ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അടങ്ങ നീ ഇരിക്കും. അല്ല, ഇവള് വയലന്റ് ആവുമ്പോൾ ഞാൻ സൈലന്റ് ആവാറാണ് പതിവ്. അത് ഞാൻ ചോദിച്ചാ? അല്ല, എന്നാലും വയലന്റ് ആയതുകൊണ്ട് പറഞ്ഞു. നീ എന്ത് ചെയ്തടേ? ഞാൻ ഈ സിനിമയുടെ ഒക്കെ തിരക്കഥാകൃത്താണ്. കഥയാ? അതെ സാർ. എത്ര എണ്ണം എഴുതി? ഞാനൊരു 15 സിനിമയ്ക്ക് തിരക്കഥ എഴുതി. 15 എണ്ണം എഴുതിയ? അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ അവകാശ സമരങ്ങളെ കുറിച്ച് നീ കഥ എഴുതിയിട്ടുണ്ടോ? കർഷക തൊഴിലാളികളുടെ, ചുമട്ടു തൊഴിലാളികളുടെ അവരുടെ വേദന നീ എവിടുത്തെ കഥാകൃത്തനെ? 15 എണ്ണം എഴുതി. ഇതിൽ ഏതൊക്കെയാണ് നീ എഴുതി? ഏതൊക്കെയാണ് സിനിമ റിലീസായത്? അപ്പോൾ ഒന്നും ഇതുവരെ വെളി വന്നില്ല. അപ്പോൾ ഒരെണ്ണം ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കത്തില്ല, അതോടെ തന്നെ വെളി വരുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ്. അപ്പോൾ പിന്നെ ഒരെണ്ണം എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ പോരേ? 15 എണ്ണത്തിന്റെ കണക്ക് പറയണം. മറ്റെല്ലാം എഴുതി തീർത്തു സാർ. എഴുതി തീർത്തു? അത് സിനിമ ആയില്ലല്ലോടെ. പിന്നെ ഇതോടെ കുഞ്ഞിരാമൻ സഖാവ് പറഞ്ഞ വളരെ ശരിയാണ്. നിന്നെക്കുറിച്ച് ഒരുപാട് പരാതി പറഞ്ഞു. ഞാനാണ് പറഞ്ഞത്, സഖാവ് കേസിനും വഴക്കിനും ഒന്നും പോണ്ട, ഞാനെല്ലാം പരിഹരിക്കാം. എനിക്ക് എന്റെ ഭാര്യയെ കുറിച്ചൊരു പരാതിയില്ല സാർ. അത് കാണണല്ലോ, നിനക്കൊരു പരാതിയും കാണില്ലല്ലോ. നീ സകല ഗുണ്ടാമണ്ടികൾ ഒപ്പിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ പരാതി വരാനാ? അത് തന്നെ ഞാൻ പറഞ്ഞ ഗുണ്ടാമണ്ടി ഒപ്പിക്കുകയാണ്. എന്താ പ്രശ്നം? എന്താ മഞ്ജു പറയട്ടെ, കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായി ആകെ 3 സിനിമ എന്നെ കൊണ്ടേ കാണിച്ചിരിക്കുന്നത്. എന്താണ് ഇത്? 3 നാണല്ലേടാ? അല്ല സാർ, അന്തസ്സുള്ള ഒരു ഭർത്താവാണെങ്കിൽ ഇത്രയും വർഷമായില്ലേടാ? മാസം തോറും ഒരു സിനിമ വെച്ച് കാണിച്ചിരുന്നെങ്കിൽ തന്നെ എത്ര വർഷമായി കല്യാണം കഴിച്ചിട്ട്? 7-8 വർഷം. 7-8 വർഷമായി. ഒരു മാസം ഒരു സിനിമ കാണിച്ചിരുന്നെങ്കിൽ 8 വർഷം, 12 96 സിനിമ. നീ 3 നാണല്ലോടാ നിനക്ക്? നീയൊക്കെ ഒരു സഖ കൊണ്ടൊന്ന് പറയുകയാണ് ഞാൻ പറയുന്നത്. അല്ല സഖാവേ, ഞാൻ എല്ലാ പടവും റിലീസ് ആകുമ്പോൾ പടം കാണാനുള്ള പൈസ കൊടുക്കും. ഇപ്പൊ തന്നെ ഫുക്രി കാണാൻ പൈസ കൊടുത്തു. പുലിപുരം കാണാൻ പൈസ കൊടുത്തു. അവള് പോയി കാണാത്തതിന് എന്റെ കുറ്റമാണ് സഖാവ്. അത് മതിയോ? ഏത് ഭാര്യയ്ക്കും സ്വന്തം ഭർത്താവിന്റെ കൂടെ പോരുന്ന സിനിമ കാണാൻ ആഗ്രഹം. അങ്ങനെ മതിയോ സഖാവ്? പറയണം, അങ്ങനെ മതിയോ? അവള് പറയുന്നത് ന്യായമല്ലേടാ? കാശ് കൊടുത്താൽ മതിയോ? ഒരു ഭാര്യയുടെ ആഗ്രഹം എന്ന് പറയുന്ന ഭർത്താവ് തൊട്ടടുത്തിരുന്ന് സിനിമ കാണുമ്പോൾ അതിന്റെ ഒരു സന്തോഷം സുഖവും വേറെ. അല്ലെങ്കിൽ പിന്നെ TV കണ്ടാൽ പോരെ, കാസറ്റ് എടുത്ത് കണ്ടാൽ പോരെ. പിന്നെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഭർത്താവ് തൊട്ടപ്പുറത്തിരുന്ന് പിന്നെ കുറച്ച് കപ്പലിൻ്റെ ഒക്കെ കുറച്ച് പിന്നെ ഐസ്ക്രീമോ പിന്നെ മറ്റെന്തോ പോപ്കോൺ അതൊക്കെ കുറിച്ച് ഭാര്യയും ഭർത്താവും കൂടെ ഇങ്ങനെ അന്തസ്സായിട്ട് നോക്കി അതിന്റെ ഒരു സുഖം നിനക്ക് മനസ്സിലാവില്ല. നീ ഇങ്ങനെ എഴുതിക്കൊണ്ട് കിടക്കാം. ചെലവാ? നിനക്ക് പൈസ ഞാൻ തരണോ ഇനി? കുഞ്ഞിരാമൻ സഖാവേ വളരെ കഷ്ടപ്പെട്ട് ഇന്നും അങ്ങേരുടെ പേര് പറയുമ്പോൾ നമുക്കൊരു വികാരമാണ്, അറിയോ? അങ്ങേർക്ക് വേണമെങ്കിൽ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കായിരുന്നു. പഞ്ചായത്ത് മെമ്പറായിട്ട് ചെരുപ്പിടാതെ അങ്ങനെ നടന്നു പോയി ഓരോ കാര്യങ്ങളും സാധാരണക്കാരന് വേണ്ടി നേടിയെടുത്തിട്ടുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അങ്ങേരെയൊക്കെ ഞാൻ പൂവിട്ട് പൂജിക്കും. അങ്ങേരുടെ മരുമോനിവിടെ പിന്നെ അവന്റെ ഭാര്യ 3 സിനിമ നിന്നെ കണ്ടല്ലോ. പഴയ മാവോ സുദ്ദീഖിന്റെ ആ രീതി അനുസരിച്ച് നിന്നെ വെടിവെച്ച് കൊല്ലില്ല. അയ്യോ സാർ, ഞാൻ ഇനി നാളെ തൊട്ടുള്ള ആഴ്ച വരെ സിനിമ വെച്ച് കാണിച്ചോളൂ. ആഴ്ചയിൽ ഓരോ സിനിമ കാണിക്കും, അതുപോലെ. പിന്നെ വേറെ എന്റെ ബന്ധുക്കളുടെ ഒരു ചടങ്ങിനും ഇദ്ദേഹം വരില്ല. മനസ്സിലായില്ലേ? എന്റെ കുഞ്ഞമ്മയുടെ മോളുടെ കല്യാണം ഉണ്ടായി, ഇദ്ദേഹത്തെ വിളിച്ചതാണ്, ഇദ്ദേഹം വന്നില്ല. എന്റെ മാമന്റെ മോന്റെ കല്യാണം, അതും വിളിച്ചതാണ്, വന്നില്ല. എന്താണ് ബന്ധുക്കളുടെ കല്യാണത്തിന് വിളിച്ചാൽ പോണ്ടേ? ഇങ്ങനെയൊക്കെയല്ലേ കുടുംബ ബന്ധങ്ങൾ നമ്മൾ കൊണ്ടുവന്നത്. ആ ബന്ധുക്കള് അവരൊക്കെ നമ്മുടെ ഒരു ആവശ്യത്തിന് വരും, അവരുടെ ആവശ്യത്തിന് നമ്മൾ പോകും. ഇതൊരു ഒരു സാമൂഹ്യ സംവിധാനമില്ലേടാ ഇത്? സഖാവ് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സഖാവ് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ തിരക്കഥ. അപ്പം നമ്മളേതെങ്കിലും പ്രൊഡ്യൂസറെ കാണാൻ പോകുന്ന സമയത്തായിരിക്കും നമ്മളിങ്ങനെ കല്യാണമുണ്ട്, മറ്റേതുണ്ട്, മറിച്ചുണ്ടെന്നൊക്കെ പറയണം. അപ്പം നമ്മളെയൊക്കെ വലിയ സാറന്മാർ നമ്മളോട് ഹോട്ടലുകളിൽ കഥ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. അപ്പം ഞാൻ നമ്മുടെ നാളത്തെ ജീവിത മാർഗത്തിന് പോകണം സാർ, ഇവിടെ കുടുംബക്കാരുടെ കല്യാണത്തിന് പോകണം സാർ. സഖാവ് തന്നെ പറഞ്ഞു. ന്യായമല്ലേ? അവന്റെ ജീവിതമല്ലേ ഇത്? ഏത് കല്യാണത്തിനും ഇത് തന്നെ. എന്നാലും അത് ഞാൻ പറയാം,
അവന് ഒരു കഥാകൃത്താവണം, അവന് പ്രൊഡ്യൂസർമാരെ കാണണം, ഇല്ലേ, ഡയറക്ടറെ കാണണം, അവിടെ ചെന്ന് കഥ പറയാൻ പോകണം. ആ തിരക്കിനിടയിൽ ഈ കല്യാണം മാത്രം നടന്നുകൊണ്ടിരുന്ന കുടുംബം കൊണ്ടുപോകാൻ പറ്റുമോ? ജീവിക്കാൻ പിന്നെ കാശ് വേണ്ടേ? കാശെല്ലാം അല്ല, ഞാൻ സമ്മതിച്ചു, പക്ഷെ കുടുംബം കൊണ്ടുപോകാൻ കാശ് വേണ്ടേ? പിള്ളേരെ പഠിപ്പിക്കാൻ പാല് വാങ്ങാൻ, ഇതിന് അതാവും പറയണതിൽ തെറ്റ് ഞാൻ കാണുന്നില്ല കേട്ടോ. അത് മാത്രമല്ല സഖാവ്, ഇത്രയൊക്കെ ഇവള് പറഞ്ഞല്ലോ, അവളെ കുടുംബത്തിന്റെ കല്യാണത്തിന് ഞാൻ പോയിരുന്നു. എൻ്റെ ഒരു അനന്തരവന്റെ കല്യാണം കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. ഇവളെന്തുകൊണ്ട് വന്നില്ല? വിളിക്കാത്ത കല്യാണത്തിന് പോകാൻ പറ്റുമോ സഖാവേ? ഞാൻ പോകുന്നത് നീ വിളിക്കാത്ത കല്യാണത്തിനെല്ലാം പോയി ഉണ്ണും. അതുപോലെയാണോ അവള്? നിന്റെ ബന്ധുക്കൾ വിളിക്കാത്ത കല്യാണത്തിന് അവള് പോണോ? അറിഞ്ഞും കേട്ടുമൊക്കെ നമ്മളിങ്ങനെ അറിഞ്ഞും കേട്ടും കല്യാണത്തിന് പോകണോടാ? നാണക്കേടല്ലേടാ? കല്യാണത്തിനാണെങ്കിൽ സകുടുംബം വന്ന് വരണം എന്ന് പറഞ്ഞ് ക്ഷണിക്കുമ്പോഴാണ് പോകേണ്ടത്. അല്ലാതെ അറിഞ്ഞ ഉടൻ തന്നെ ഏത് കല്യാണത്തിന് പോയി ഉണ്ട് നടക്കല്ല വേണ്ടത്. സഖാവിനറിയോ, മരണത്തിന് എന്റെ മാമൻ മരിച്ചിട്ട് വന്നില്ല. അതായത് മാമൻ മരിച്ചപ്പോ വിളിച്ചു പറയണമായിരുന്നു. മരണം ആരെങ്കിലും വിളിച്ചു പറയോ സഖാവേ? വിളിച്ചു പറയോ? സാറേ എടുത്ത് തലയിൽ കൂടെ അടിക്കല്ലേ സാർ? മരണം ആരെങ്കിലും വിളിച്ചു പറയണോ നിന്റെ അടുത്ത്? സഖാവ് ഞാൻ അറിയുന്നു ഇവളെ വല്യച്ഛൻ ഈ ഇത്രാം തീയതി മരിക്കും. മാമനാണെങ്കിലും വല്യച്ഛനാണെങ്കിലും മരിക്കും എന്നുള്ള കാര്യം സഖാവ് നമുക്ക് മുൻകൂട്ടി എനിക്ക് നേരത്തെ വിളിച്ച് പറയും. മാമൻ വിളിച്ച്, ഹലോ കാതരനല്ലേ, ഞാൻ 7-ാം തീയതി മരിക്കേ, നീ 6-ാം തീയതി തലേദിവസം എത്തണമെന്ന് പറയോടാ. നീ കാതാരത്തല്ലേ, നിന്റെ തലക്കെത്തണ്ട കളിമണ്ണ്. സാറേ മരിച്ചവരെ മരിച്ചു, ജീവിച്ചിരിക്കുന്നവർക്ക് അന്നം കിട്ടാനുള്ള എന്തെങ്കിലും വക തേടിപ്പോണ്ടേ? അത് ന്യായം. ഇങ്ങനെ ഈ സഞ്ചയനത്തിനും ഇഡലി നടന്നാൽ മതിയാ. അവനവന്റെ ഇഡലിക്കുള്ള വക ഉണ്ടാകണ്ടേ? പക്ഷെ എന്റെ ബന്ധുക്കാർ എന്ത് വിചാരിക്കും? ഒരു ഫംഗ്ഷനും വരാതിരിക്കുമ്പോ അവരെന്ത് വിചാരിക്കും? ഞങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ച അല്ലെന്ന് വിചാരിക്കത്തില്ലേ? ന്യായമല്ലേടാ അവള് പറഞ്ഞ? അത് ന്യായമല്ലേ? അല്ല സ്വരച്ചേർച്ച ഉണ്ടല്ലോ. അല്ല, ബന്ധുക്കളുടെ കല്യാണത്തിന് അവിടെ ചെല്ലുമ്പോ അവൾ ഒറ്റയ്ക്ക് പോകുമ്പോ ബാക്കിയുള്ളവരെല്ലാം ചോദിക്കും, എവിടെ നിന്റെ കെട്ടിയവൻ എന്തേടി ചോദിക്കില്ല. ആ അത് ന്യായം. എല്ലായിടത്തും അവൾ ഒറ്റ തടിയായിട്ട് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുടുംബക്കാരെ കേസൊന്നും പറയാം. എനിക്ക് അതിന്റെയൊക്കെ മോന്തകൾ കാണുമ്പോഴേ സാർ എനിക്ക് ചൊറിഞ്ഞു കയറി വരും. അവരുടെ മോന്ത കാണുമ്പോൾ നിനക്ക് എന്താടാ? നിന്റെ മോന്ത കണ്ടിട്ട് എനിക്കിവിടെ ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇതൊക്കെ ഒരു മോന്തയാണോടാ? ഇത്രയൊക്കെ ഉള്ള പ്രശ്നങ്ങള്. അതല്ല സാർ, എനിക്ക് പറയാനുണ്ട്. ഇവളെ കുടുംബക്കാരെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് ഇവളെ അനിയൻ അങ്ങ് ബദാമിലാണ്. അല്ല ഗുദാം അല്ല എവിടായിരുന്നു? ദമാം. ദമാം. നിനക്ക് സ്ഥലത്തിന്റെ പേര് പോലും പറഞ്ഞില്ല. പെട്ടെന്ന് നീ എഴുത്തുകാരനാണോ അവിടെ? അങ്ങനെ എന്തോ ദാം ഉണ്ടെന്ന് അറിയാതെ അവിടെ ആയിരുന്നു. അവിടുന്ന് ലീവിന് വരുമ്പോ നമ്മുടെ സ്വന്തം അളിയനല്ലേ, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ചോദിക്കട്ടെ. അറ്റ്ലീസ്റ്റ് ഞാൻ എഴുത്തുകാരനാണ്, ഒരു പേന സാർ. ഞാൻ ഗിഫ്റ്റ് ചോദിച്ചപ്പോൾ അവൻ ജാസി ഗിഫ്റ്റിന്റെ പാട്ടും പാടി കേൾക്കാത്തതാണ് ഒറ്റ പോക്ക. ഇതൊക്കെ മോശമുള്ള ഏർപ്പാടാണ്. ഒരു അളിയൻ ഗൾഫിൽ നിന്ന് വരുമ്പോ എന്തെങ്കിലും എന്നെ കാണാൻ വരുമ്പോ എന്തെല്ലാം കൊണ്ടിരുന്നു കണ്ട ഒരു പേന. സാറിന് അളിയൻ തന്നെയാണോ? പിന്നെ അയ്യോ ഇതേപോലെ അളിയൻ എനിക്കില്ലാതായി. അതൊരു സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ ഒക്കെ ഒരു കാര്യമല്ലേ? അളിയൻ എന്താ കൊടുക്കാത്തത്? ഞാൻ ഒന്ന് പറയട്ടെ, നായിക്ക് 40 വട്ടം കുറ്റം പറയുന്ന ഇങ്ങർക്ക് എന്തിനാ എന്റെ അനിയന്റെ ഗിഫ്റ്റ്? എന്തിനാ ഗിഫ്റ്റ്? വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പൈസ കടം വാങ്ങിച്ചാണ് അവൻ ദുബായി പോയത്. സഖാവിന് അറിയാവോ, NOCക്ക് വേണ്ടി 10,000 രൂപ ഇങ്ങരുടെ അടുത്ത് ചോദിച്ചത്, അവൻ കൊടുത്തില്ല. ഒരുപാട് വിഷമമായി, ഒരുപാട്. അവൻ എന്നോട് പറഞ്ഞു ഇതുപോലെ ഒരു അളിയനുണ്ടായിട്ട് ഒന്ന് സഹായിക്കാൻ പോലും ഒരുപാട് വിഷമമായിട്ട് അവൻ പോയത്. മനുഷ്യത്വം വേണോടാ. അളിയം ഒരു 10,000 രൂപ, എത്ര രൂപ ചെലവുള്ള കാര്യമാണ് NOC ഫ്ലൈറ്റ് ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞത്. നിന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നീ കുറച്ച് കാശ് കൊടുത്തിരുന്ന 5,000 കൊടുക്കാത്തടാ സാർ. എന്റെ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്തൊരു വീതം 1 ലക്ഷമെങ്കിലും കൂടെ ഞാൻ ചോദിക്കുന്ന കൊടുക്കാം. പിന്നീട് കൊടുത്തിട്ട് കാര്യമില്ല. ആവശ്യത്തിന് ഉതകുന്നവനാണ് ബന്ധു അല്ലെങ്കിൽ സുഹൃത്ത്. നീ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ മതി. അവൻ ഇന്ന് പണമുണ്ട്. ഇപ്പൊ നിന്റെ ഈ 5,000 രൂപ അവൻ ആവശ്യമില്ല. അവൻ ആവശ്യപ്പെട്ടപ്പോ, അവൻ അത്യാവശ്യം ഉള്ള സമയത്ത് നിനക്കൊരു 2,000 രൂപ കൊടുക്കാത്തത്. സാർ അന്ന് 10 ഷീറ്റ് പേപ്പർ മേടിക്കാൻ പോലും പൈസ ഇല്ലായിരിക്കും. എപ്പോഴും ഇങ്ങനെ തന്നെയാ പറയുന്നത്. പൈസ ഇല്ലല്ലോ. വെറുതെ സഖാവേ, വെറുതെയാ. പൈസ ഉണ്ടായിട്ടും കൊടുക്കത്തില്ലേ മനുഷ്യൻ? അത്ര ദുഷ്ടനാ. പൂട്ടി വെച്ചാ അത് വെറും കടലാസ. ഇതേപോലെ ആവശ്യത്തിന് ഉതകുമ്പോഴാണ് ഈ കടലാസ് കറൻസി ആവുന്നത്. പറഞ്ഞു മനസ്സിലായോ? എന്റെ നന്മയൊന്നും ഇവള് കാണത്തില്ല, എന്റെ കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. എന്റെ എന്തോ നന്മയുള്ള പറയാൻ 8 വർഷം കൊണ്ട് ഇപ്പൊ ചെലവിന് കൊടുത്തില്ല സാർ. അതെന്താ പറയാത്ത?